അതുകൊണ്ട് ഒരു എക്സാമിന്റെ പേര് പറഞ്ഞ് നിസ്കരിക്കാണ്ടിരിക്കരുത്. കല്യാണമുണ്ട്, പുതിയ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ നിസ്കരിക്കാം? ജോലിക്ക് പോകുമ്പോൾ മേക്കപ്പ് ഇടുന്ന ഒരു പെണ്ണിനും ഒതു കൊടുക്കുമ്പോൾ മുഖം കഴുകാൻ പറ്റൂല. പറ്റുമോ? നെയിൽ പോളിഷ് ഇട്ട് പോയാൽ ഒതു കൊടുക്കാൻ പറ്റുമോ? നെയിൽ ഫിക്സ് ചെയ്ത് പോയാൽ ഒതു ശരിയാവുമോ? ശരിയാവില്ല. ഈ പോളിഷ് മേക്കപ്പ് ഒക്കെ ചുരണ്ട് കണ്ണണെങ്കിൽ തന്നെ എന്തൊക്കെയോ ലിക്വിഡൊക്കെ ഉപയോഗിച്ചിട്ടേ പോവുള്ളൂ അല്ലേ? വുളൂഇന്റെ വെള്ളം ചേരുന്നതിനെ തടയുന്നത് എന്ത് ദേഹത്തുണ്ടോ വുളു ശരിയാവില്ല. വുളു ശരിയായിട്ടില്ലേ നിസ്കാരം ഓട്ടോമാറ്റിക്കലി ബാത്തിലാണ്, ഹറാമാണ്. വുളു ശരിയാവാതെ നിസ്കരിക്കൽ ഹറാമാണ്. വൈലുൽ ലിൽ അഖാബി മിനൻ നാർ, മടമ്പ് മര്യാദക്ക് കഴുകാതെ വരുന്നവർക്ക് നരകമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശിക്ഷയാണ്, അള്ളാഹിന്റെ ശാപം ഉണ്ടാകുന്നു. അപ്പൊ മടമ്പ് വെള്ളം നനക്കാതെ പോന്നാൽ അത്ര വിഷയമുണ്ടെങ്കിൽ ബാക്കി വിഷയങ്ങളൊക്കെ ആലോചിച്ച് നോക്കൂ. അതുപോലെ മൈലാഞ്ചി സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞാൽ പോരുന്ന മൈലാഞ്ചി സ്ക്രാച്ച് ചെയ്തിട്ട് പോരാ, പൊടിയായിട്ടാണ് പോരാ, നേരെ ഫെയ്ഡായി പോകും. പഴയ മൈലാഞ്ചികളൊക്കെ അങ്ങനെയാ, നാച്ചുറൽ നമ്മുടെ ഈ ഓർഗാനിക് മൈലാഞ്ചികളൊക്കെ ആ നിറഞ്ഞ് മങ്ങി ഇല്ലാണ്ടായി പോലെ. പക്ഷെ ഇപ്പോഴത്തെ കെമിക്കൽ പെട്ടെന്ന് 10 മിനിറ്റ് കൊണ്ട് 5 മിനിറ്റ് കൊണ്ട് ചോക്കും. അത് പിന്നെ സ്ക്രാച്ച് ചെയ്തിട്ടാ പോകും. സ്ക്രാച്ച് ചെയ്ത് പോകുക എന്ന് പറഞ്ഞാൽ സ്കിന്നിന്റെ മുകളിൽ ഒരു ലെയർ വന്നിട്ടുണ്ട് എന്ന് അതിന്റെ അർത്ഥം. അങ്ങനെ ലെയർ ഉണ്ടെങ്കിൽ ആ ഭാഗത്ത് വെള്ളം ചേരില്ലല്ലോ. വെള്ളം ചേരാതിരുന്നാൽ വുളു ശരിയാവില്ല. അതാണ് വിഷയം. ഇങ്ങനെ സ്ക്രാച്ച് ചെയ്ത് പോരുന്ന ഏതെങ്കിലും കളറുകൾ ഉപയോഗിക്കുന്നിടത്തൊക്കെ വിഷയം ബാധകമാണ്.